ഞാനങ്ങനെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെത്തിയിട്ടോ. ഇവിടുത്തെ വഴിപാട് എന്തൊക്കെയാണെന്ന് അവിടുത്തെ ഷോപ്പ് ഓണർ തന്നെ പറയും. ഇതെന്തിനാ വെക്കുന്നത്? ഇത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ്. നമ്മൾ ഓരോ കാര്യത്തിന് സാധ്യതയ്ക്ക് വേണ്ടിയല്ലേ വെക്കുന്നത്. ആ കാര്യസാധ്യത നടക്കാൻ വേണ്ടിയാണ് വെക്കുന്നത്. മൊത്തം കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി. ഒന്ന് മതി. അല്ല, രണ്ടമ്പലാണ് ഇവിടെ. മുകളിലും താഴെയും കൂടെ അങ്ങനെയാണ്. എത്രയാ? ഒരു സെറ്റ് 250. അപ്പൊ 500 ആവും. ഞാൻ പോവാറുള്ള അമ്പലമാണ് കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവരെ കൊണ്ട് സംസാരിപ്പിച്ചത്. ഈ കാണുന്ന മോതിരങ്ങൾ കണ്ടോ? പണ്ടൊക്കെ ഇത് ഗുരുവായൂരമ്പലത്തിലും ചോറ്റാനിക്കര അമ്പലത്തിലും ഒക്കെ കിട്ടാറുള്ളതാണ്. ഭയങ്കര നെസ്റ്റുമാണ് ഇത് കാണുമ്പോൾ അല്ലേ. അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കടകൾ കാണുമ്പോൾ ഈ കുട്ടി കുട്ടി സാധനങ്ങളുണ്ടല്ലോ, ഈ ചെറിയ ചെണ്ട, പിന്നെ ആ മാലകൾ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ എല്ലാം വാരി കൂട്ടാൻ തോന്നും, വാങ്ങാനും തോന്നും അല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഭയങ്കര നൊസ്റ്റുമാണ്. പഴമയുടെ ആ ഒരു ഇത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാൻ അങ്ങനെ അകത്തേക്ക് കയറി കേട്ടോ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ക്യൂവിൽ ഞാൻ അവസാനമായിരുന്നു. പെട്ടെന്ന് ഞാൻ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞാൻ താഴേക്കാണ് പോകുന്നത്, കീഴ്ക്കാവിൽ അമ്പലത്തിലേക്ക്. കീഴ്ക്കാവിൽ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ താഴേക്ക് പോകുന്നത്. കുറേ പേര് സ്പീഡിൽ ഓടുന്നുണ്ടായിരുന്നു നട അടയ്ക്കുന്നതിന് മുമ്പ് എത്താൻ വേണ്ടിയിട്ട്. 12:30 വരെ ഉണ്ട്, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 12:10 ആയിട്ടുള്ളൂ. ഇറങ്ങുമ്പോഴാണ് ഇവിടെയുള്ള കൈനോട്ടക്കാരികളൊക്കെ മോളെ മുഖസ്തുതി പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, 2 സന്തോഷങ്ങൾ വരുന്നുണ്ട്, ദക്ഷിണ ഒന്നും തരണ്ട എന്നൊക്കെ പറയും. പക്ഷേ കൈ നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ഇത്ര വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പറയാം, ഇത്ര വെച്ചാൽ അതിശയകരമായിട്ടുള്ള സംഭവങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ ചുറ്റും. അതായത് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോഴൊക്കെ ഞാൻ ആ വലയിൽ വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ശീലമായി. ഞാനിപ്പോൾ അത് അവരുടെ ഉപജീവന മാർഗം. അമ്മേ നാരായണ ദേവി നാരായണ. ഇവിടുത്തെ സിഗ്നേച്ചർ കുളമാണ്. ഇവിടെ നിന്ന് കുറേ പേര് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ നട അറിയാറായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നല്ല പവർഫുള്ളായിട്ടുള്ള ഗോഡസാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് പണ്ട് മുതലേ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏത് ദേവിയാണ് വിളി കേൾക്കാത്തതല്ലേ? സത്യമാണത്. പക്ഷേ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം, അതനുസരിച്ച് നല്ല കർമ്മങ്ങളും ചെയ്യണം. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ നാളും അതിന് ഒത്ത വൃക്ഷങ്ങളുടെ പേരുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോരോ നാളും വൃക്ഷങ്ങളും ഒക്കെ നോക്കി അതിൽ കുറേ എൻ്റെ നാളുണ്ട്, ഫ്രണ്ട്സിൻ്റെ നാളുണ്ട്, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ നാളുണ്ട്, എല്ലാം നോക്കി വായിച്ച് അങ്ങനെ ഞാൻ മടങ്ങി. ഇതാണ് പ്രസാദം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരെ പോയത് സുലോചന ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. പൂർണ്ണത്രേശൻ്റെ അടുത്ത് എക്സിബിഷൻ നടത്തുന്നുണ്ടായിരുന്നു. ആൻറ്റിയുടെ വീട്ടിൽ പോയി ആൻറ്റിയുടെ ചിത്രങ്ങളെല്ലാം കണ്ട് അവിടെ നിന്ന് എൻ്റെ ഒരു ചിത്രം ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫിനിഷായിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ആദ്യമേ കാണിച്ചത്. അതും ജസ്റ്റ് കണ്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് ലഞ്ചും കഴിച്ച് ഞാൻ നേരെ ഹോട്ടലിലേക്ക് മടങ്ങി. വേറെ എവിടേക്കും പോയില്ല. കാരണം എന്താണെന്നറിയാമോ? ഭയങ്കര കിച്ച്. ശരി, വന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഹോട്ടലിൽ വന്ന് നല്ല ചൂട് ചായ എല്ലാം കുടിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ